നഴ്സുമാർക്ക് നൽകുന്ന ശമ്പള വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തി ജൂബിലി മിഷൻ മെഡിക്കൽ കോളേജ് തൃശൂർ. ഒരു വിഭാഗം നഴ്സുമാർ ജൂബിലി മിഷൻ ആസ്പത്രിക്ക് മുൻപിൽ നടത്തുന്ന സമരം പരിഹരിക്കപ്പെടാതെ തുടരുന്ന സാഹചര്യത്തിൽ ഇതുവരെ നൽകിയിരിക്കുന്ന ശമ്പള വിവരങ്ങൾ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുകയാണ് ജൂബിലി മിഷൻ ആസ്പത്രി അധികൃതർ. ഇവരുടെ കണക്കുകൾ പ്രകാരം 880 പേർ നിലവിൽ ജോലി ചെയ്യുന്നു സമരത്തിൽപ്പെടാതെ. 2017 ഒക്ടോബർ 1 തീയതി മുതൽ മുൻകാല പ്രാബല്യത്തോടെ പുതുക്കിയ നിരക്കുകൾ കണക്കാക്കി വലിയൊരു തുക ജീവനക്കാർക്ക് നൽകി വരുന്നു എന്നാണ് ആസ്പത്രി അവകാശപ്പെടുന്നത്. 2018 ഏപ്രിൽ 23 കേരള സർക്കാർ പുറപ്പെടുവിച്ച മിനിമം വേജ് വിജ്ഞാപനം ഹൈക്കോടതി റദ്ദാക്കിയിട്ടും ആസ്പത്രി അത് പിന്തുടരുന്നു, അത് നൽകുന്നു എന്നാണ് ആസ്പത്രി അധികൃതർ അവകാശപ്പെടുന്നത്. സർക്കാരിന്റെ യാതൊരുവിധ ഉത്തരവുകളോ നിർബന്ധങ്ങളോ ഇല്ലാതെ തന്നെ മാനേജ്മെന്റ് സ്വന്തം നിലയ്ക്ക് ജീവനക്കാരുടെ ശമ്പളം വർദ്ധിപ്പിച്ചിട്ടുണ്ട്. ഇടക്കാല ആശ്വാസ തുക ഇപ്പോഴും എല്ലാ മാസവും കൃത്യമായി ശമ്പളത്തോടൊപ്പം ജീവനക്കാർക്ക് നൽകുന്നുണ്ട്. യാതൊരു ക്രമക്കേടുകളുമില്ലാതെ കഴിഞ്ഞ 7 വർഷത്തോളമായി ബാങ്ക് അക്കൗണ്ടുകൾ വഴിയും വേജ് പ്രൊട്ടക്ഷൻ സിസ്റ്റം മുഖേനയുമാണ് ആസ്പത്രിയിലെ എല്ലാ ജീവനക്കാർക്കും വേതനം നൽകുന്നത് എന്നും ആസ്പത്രി അവകാശപ്പെടുന്നു. മാനേജ്മെന്റ് നഴ്സുമാർക്ക് മതിയായ ശമ്പളം നൽകുന്നില്ല എന്ന പ്രചരണം എത്രത്തോളം അടിസ്ഥാനരഹിതമാണ് എന്ന് തങ്ങളുടെ കണക്കുകൾ വ്യക്തമാക്കുന്നു എന്നാണ് ആസ്പത്രി പറയുന്നത്. 45,000 മുതൽ 65,000 വരെ ശമ്പളം കിട്ടുന്നവർ 51 പേരും, 40,000 മുതൽ 45,000 വരെ ശമ്പളം കിട്ടുന്നവർ 316 പേരും, 35,000 മുതൽ 40,000 വരെ ശമ്പളം വാങ്ങുന്നവർ 154 പേരും, 32,718 മുതൽ 35,000 വരെ ശമ്പളം വാങ്ങുന്ന 533 പേരും ഉൾപ്പെടെ 1,131 പേർക്ക് ശമ്പളം നൽകുന്നതിന് വിവരങ്ങളാണ് ആസ്പത്രി പുറത്തുവിട്ടിരിക്കുന്നത്. ഈ നഴ്സുമാരിൽ 880-ലധികം പേർ സമരത്തിൽ പങ്കെടുക്കാതെ ജൂബിലി ആസ്പത്രിയിൽ രോഗി പരിചരണ സേവനങ്ങളിൽ തുടരുകയാണ് എന്നും ആസ്പത്രി അവകാശപ്പെടുന്നു. ആസ്പത്രി ഉന്നയിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു സംഗതി ചർച്ചകളിലൂടെ ശമ്പള വർധനവ് നടപ്പിലാക്കിയിട്ടുണ്ട് എന്ന് മറ്റ് ആസ്പത്രി മാനേജ്മെന്റുകൾ അവകാശപ്പെടുമ്പോഴും അംഗീകരിച്ച പുതുക്കിയ ശമ്പള നിരക്കോ ധാരണാപത്രമോ പരസ്യപ്പെടുത്താൻ UNAയോ ബന്ധപ്പെട്ട ആസ്പത്രി അധികൃതരോ ഇതുവരെ മുന്നോട്ട് വന്നിട്ടില്ല എന്നതാണ്. അതൊരു വളരെ ഗുരുതരമായ ആരോപണമാണ്. UNAയുടെ നേതൃത്വത്തിലുള്ള സമരം കത്തോലിക്ക മാനേജ്മെന്റുകൾ നേതൃത്വം നൽകുന്ന അമല ആസ്പത്രിക്കും ജൂബിലി മിഷൻ ആസ്പത്രിക്കും മുന്നിൽ മാത്രമായി കേന്ദ്രീകരിക്കപ്പെടുമ്പോൾ മറ്റ് ആസ്പത്രികളുമായി നടത്തിയ ധാരണകൾ എന്ത് എന്നത് പുറത്തുവിടാൻ ഇതുവരെ തയ്യാറായിട്ടില്ല എന്നൊരു ആരോപണം തങ്ങൾ നൽകുന്ന വേജ് കൃത്യമായ കണക്കുകൾ സഹിതം പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ടാണ് ജൂബിലി മിഷൻ ആസ്പത്രി ഖണ്ഡിക്കുന്നത്. മറ്റ് ആസ്പത്രികളിൽ ജൂബിലി മിഷനേക്കാൾ ഉയർന്ന ശമ്പള വർധനവ് ഉണ്ട് എന്ന അവകാശവാദങ്ങൾ നിലനിൽക്കുന്നുണ്ട് എങ്കിലും യഥാർത്ഥത്തിൽ അവിടെ ശമ്പളം കുറവാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇത്തരത്തിലുള്ള ആസ്പത്രികളിൽ സേവനമനുഷ്ഠിക്കുന്ന നഴ്സുമാർ ജൂബിലി മിഷനിലേക്ക് ജോലിക്കായി തുടർച്ചയായി അപേക്ഷ നൽകുന്നത് ഇതിന് വ്യക്തമായ തെളിവാണ് എന്ന് ആസ്പത്രി പറയുന്നു. കേരള സർക്കാരിന് ലേബർ കമ്മീഷണറുടെ പുതിയ മിനിമം വേതനത്തിന്റെ കരട് വിജ്ഞാപനം 6/3/2026 പുറത്തിറങ്ങി. നിയമപ്രകാരം ഈ വിജ്ഞാപനത്തിന്മേൽ ആക്ഷേപങ്ങളും നിർദ്ദേശങ്ങളും സമർപ്പിക്കുന്നതിനായി പൊതുജനങ്ങൾക്കും സംഘടനകൾക്കും 60 ദിവസത്തെ സമയം അനുവദിച്ചു. എന്നാൽ ഈ നിയമപരമായ സമയപരിധിക്ക് യാതൊരു വിലയോ പരിഗണനയോ നൽകാതെ സർക്കാരിന് ലേബർ കമ്മീഷൻ നടപടിക്രമങ്ങൾക്ക് വിധേയമാകാൻ തയ്യാറാകാതെ ലേബർ കമ്മീഷണറെ പരസ്യമായി വെല്ലുവിളിച്ചുകൊണ്ട് വിജ്ഞാപനം വന്നതിന് തൊട്ടടുത്ത ദിവസം തന്നെ UNA ഈ സമര നാടകത്തിലേക്ക് കടന്നിരിക്കുന്നു എന്നത് തികച്ചും ജനാധിപത്യ വിരുദ്ധമാണ്. നിയമങ്ങളുടെയും കോടതി ഉത്തരവുകളുടെയും കടുത്ത ലംഘനമാണ് ഇവിടെ നടന്നിരിക്കുന്നത്. അത്യാഹിത വിഭാഗം, തീവ്ര പരിചരണ വിഭാഗം, ശസ്ത്രക്രിയാ വിഭാഗം തുടങ്ങിയ അതീവ ജാഗ്രത വേണ്ട മേഖലകളെ സമരത്തിൽ നിന്നും പൂർണ്ണമായും ഒഴിവാക്കണം എന്ന് ബഹുമാനപ്പെട്ട കോടതിയുടെ കർശന ഉത്തരവ് നിലനിൽക്കുന്നുണ്ട്. എന്നാൽ ഈ ഉത്തരവുകളെ ലംഘിച്ചുകൊണ്ട് മരണത്തോട് മല്ലിടുന്ന പാവപ്പെട്ട രോഗികളുടെ അരികിൽ നിന്ന് പോലും ശുശ്രൂഷകരെ പിൻവലിക്കുന്ന മനസാക്ഷിയില്ലാത്ത നിലപാടാണ് UNA സ്വീകരിച്ചിരിക്കുന്നത്. ഇതിന്റെ അനന്തരഫലം നികത്താനാവാത്ത ജീവഹാനിയായിരിക്കും എന്ന് ആസ്പത്രി മുന്നറിയിപ്പ് നൽകുന്നു. ജൂബിലി അമല ആസ്പത്രികളെ സംബന്ധിച്ച് വ്യാജ പ്രചരണങ്ങൾ നടക്കുകയാണ് എന്നും അതിൽ കൂടുതൽ വ്യക്തത വരുത്തേണ്ടതുണ്ട് എന്നും ആസ്പത്രി ആരോപിക്കുന്നു. പ്രചരണങ്ങൾ ഇത്തരത്തിലാണ്: തൃശൂർ അതിരൂപതയിലെ മെത്രാപ്പോലിത്തയുടെ തീരുമാനം വന്നാലേ ഇനി നടപടികൾ ഉണ്ടാകൂ എന്ന്. ഈ പ്രചരണം തികച്ചും തെറ്റായതും യാഥാർത്ഥ്യങ്ങൾക്ക് നിരക്കാത്തതുമാണ്. ജൂബിലി മിഷൻ ആസ്പത്രിയിലെ നഴ്സുമാരുടെ സമരവുമായി ബന്ധപ്പെട്ട ഔദ്യോഗികമായി യാതൊരുവിധ തീരുമാനങ്ങളും എടുക്കുന്ന ഏതെങ്കിലും ഒരു വ്യക്തി ഒറ്റയ്ക്കല്ല, മറിച്ച് ആസ്പത്രിയുടെ അഡ്മിനിസ്ട്രേറ്റീവ് ഘടനയ്ക്കുള്ളിൽ നിന്നുകൊണ്ട് ആസ്പത്രി മാനേജ്മെന്റ് ബോർഡ് കൂട്ടായി ആണ് ഇത്തരമൊരു തീരുമാനം എടുക്കുന്നത്. സമരം അവസാനിപ്പിച്ച് ജോലിയിൽ തിരിച്ചെത്തുകയും UNAയിൽ തുടർന്ന് പ്രവർത്തിക്കില്ല എന്ന് എഴുതി നൽകുകയും ചെയ്താൽ 10,000 ശമ്പള വർധനവ് നൽകും എന്നതാണ് ഒരു ആരോപണം. എന്നാൽ ഇത് പൂർണ്ണമായും വ്യാജവും അടിസ്ഥാനരഹിതവുമായ വാർത്തയാണ്. മാനേജ്മെന്റിന്റെ ഭാഗത്തുനിന്ന് ഇത്തരത്തിലൊരു വാഗ്ദാനമോ വ്യവസ്ഥയോ ആർക്കും നൽകിയിട്ടില്ല. ജീവനക്കാർക്കിടയിൽ ചേരിതിരിവുണ്ടാക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ തെറ്റായ വിവരങ്ങൾ പ്രചരിപ്പിക്കുന്നത്. മറ്റൊരു പ്രചരണം ആദ്യമായിട്ടാണ് മാനേജ്മെന്റുകൾ ചർച്ചയ്ക്ക് വന്നത് എന്ന്. ഇതിന് മറുപടിയായി ആസ്പത്രി പറയുന്നത് ഈ വാദം തികച്ചും തെറ്റാണ്. ഇതിനോടകം തന്നെ ബഹുമാനപ്പെട്ട കോടതിയും സർക്കാരും മുൻകൈയെടുത്ത് വിളിച്ചു ചേർത്ത എല്ലാ മീഡിയേഷൻ ചർച്ചകളിലും
ആസ്പത്രി മാനേജ്മെന്റ് പ്രതിനിധികൾ കൃത്യമായി പങ്കെടുക്കുകയും അനുകൂല നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതുവരെ UNA പ്രതിനിധികളുടെയും ജൂബിലി മിഷൻ മാനേജ്മെന്റിന്റെയും പങ്കാളിത്തത്തോടെ 5 തവണയിലധികം ചർച്ചകൾ നടന്നിട്ടുണ്ട്. ആസ്പത്രി നഴ്സുമാരുടെ സമരത്തിന്റെ മറവിൽ കത്തോലിക്ക സഭയ്ക്കും പ്രത്യേകിച്ച് തൃശൂർ അതിരൂപതയ്ക്കും വൈദികർക്കുമെതിരെ നടക്കുന്ന പ്രചരണങ്ങൾ തികച്ചും ദുരുദ്ദേശപരമാണ്. ഈ നീക്കങ്ങൾക്ക് പിന്നിൽ സ്ഥാപനങ്ങളെ തകർക്കാൻ ശ്രമിക്കുന്ന ചില ബാഹ്യശക്തികളുടെ ഇടപെടലുകളുണ്ട് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. ആസ്പത്രികളുടെ വലിപ്പത്തെ മാത്രം അടിസ്ഥാനമാക്കി ശമ്പള വർധനവ് നിശ്ചയിക്കുന്നത് സാമ്പത്തിക പ്രതിസന്ധിക്കും വ്യവസായ മേഖലയിലെ അസന്തുലിതാവസ്ഥയ്ക്കും കാരണമാകും. നിലവിലെ കരട് രേഖകൾ നിയമപരമായി പ്രാബല്യത്തിൽ വരികയാണ് എങ്കിൽ അവയും അംഗീകരിച്ച് മുന്നോട്ടു പോകുവാൻ ആസ്പത്രി മാനേജ്മെന്റ് തയ്യാറാണ് എന്ന് UNAയുമായുള്ള ചർച്ചകളിൽ വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ പൊതുനയത്തിന്റെ അടിസ്ഥാനത്തിൽ നിലവിലെ നഴ്സുമാരുടെ സമരം ഒത്തുതീർപ്പാക്കാനും അത് പിൻവലിക്കാനും സർക്കാർ മുൻകൈയെടുക്കണം എന്നാണ് ആസ്പത്രി പുറത്തിറക്കിയ പത്രക്കുറിപ്പിൽ പറയുന്നത്.